പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 19-ാം ദിവസം ഒരു നല്ല സ്നേഹിതന്റെ സാന്നിധ്യം എല്ലാവർക്കും സന്തോഷം പകരുന്നതാണ്. അങ്ങനെയെങ്കിൽ കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും ചെയ്യുവാൻ കഴിയുന്ന നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാതെ തീവ്രമായി സ്നേഹിക്കുന്ന ഏറ്റവും നല്ല സുഹൃത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുകയില്ലേ? ഇവിടെ ദിവ്യ കൂദാശയിൽ നമ്മുടെ ഇഷ്ടാനുസരണം ഈശോയോട് സംസാരിക്കാനും നമ്മുടെ ഹൃദയങ്ങൾ അവിടത്തേക്ക് വേണ്ടി തുറക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾ അവിടുത്തെ മുമ്പിൽ നിരത്തുവാനും കൃപാവരങ്ങൾക്കായി അവിടുത്തോട് യാചിക്കുവാനും നമുക്ക് കഴിയും. ചുരുക്കത്തിൽ ഏറ്റവും വലിയ ആത്മവിശ്വാസത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ ഈ ദിവ്യ കൂദാശയിൽ എഴുന്നള്ളിയിരിക്കുന്ന സ്വർഗാധിനാഥനോട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ആലോചന ചോദിക്കുവാൻ കഴിയും. തിരുലിഖിതങ്ങൾ നമുക്കുറപ്പു നൽകുന്നതുപോലെ ദൈവം തൻ്റെ കൃപയാൽ തടവറയിൽ ഇറങ്ങിച്ചെന്ന് ജോസഫിനെ ആശ്വസിപ്പിച്ചപ്പോൾ അദ്ദേഹം യഥാർത്ഥ സന്തോഷമുള്ളവനായി. ഒരു നീതിമാൻ വിൽക്കപ്പെട്ടപ്പോൾ ജ്ഞാനം അവനെ കൈവിടാതെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. കാരാഗൃഹത്തിലേക്ക് അവനോടൊത്തിറങ്ങി. ജ്ഞാനം 10:13. എന്നാൽ നാം കൂടുതൽ സന്തോഷമുള്ളവരാണ്. കാരണം അസന്തുഷ്ടി നിറഞ്ഞ നമ്മുടെ ഈ ലോകത്ത് തൻ്റെ സത്യമായ സാന്നിധ്യം വഴി മനുഷ്യനായ ദൈവം തൻ്റെ അത്യധികമായ ദയയാലും കരുണയാലും ജീവിതകാലം മുഴുവൻ നമ്മെ സഹായിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ട്. നമ്മെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും പ്രത്യാശ നൽകുകയും സഹായിക്കുകയും ദുർഘടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ആത്മസുഹൃത്തുണ്ടായിരിക്കുക എന്നതിൽ കവിഞ്ഞൊരു ഭാഗ്യം ഒരു തടവുകാരൻ ലഭിക്കാനില്ല. ഇവിടെ നമുക്ക് നമ്മുടെ ഏറ്റവും ഉത്തമ സുഹൃത്തായ യേശുനാഥനുണ്ട്. ഈ കൂദാശയിൽ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നു. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായി 28:20. നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും സഹായിക്കുവാനും സ്വതന്ത്രരാക്കുവാനും സ്വർഗത്തിൽ നിന്നും നിങ്ങളുടെ തടവറകളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന എന്നെ നോക്കുക എന്ന് അവിടുന്ന് നമ്മോട് പറയുന്നു. എന്നെ സ്വീകരിക്കുകയും എന്നിൽ ആശ്രയിക്കുകയും എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയും ചെയ്യുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ മറക്കുകയും നിങ്ങളെ ഞാൻ പൂർണ്ണ സന്തോഷമുള്ളവരാക്കുന്ന എൻ്റെ രാജ്യത്തിലേക്ക് എന്നോടൊപ്പം വരികയും ചെയ്യട്ടെ. ഓ മാനുഷിക ധാരണകളെ അതിലംഘിക്കുന്ന സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ അടുത്തായിരിക്കുന്നതിനു വേണ്ടി സ്വർഗം വിട്ടിറങ്ങി ഈ അൾത്താരയിലേക്ക് വരുവാൻ അങ്ങയ്ക്ക് കനിവുണ്ടായതിനാൽ തീർച്ചയായും ഞാൻ അങ്ങയെ നിത്യം സന്ദർശിക്കും. പറുദീസായിൽ വിശുദ്ധരുടെ സായുജ്യമായ അങ്ങയുടെ തിരുസാന്നിധ്യം എത്ര തുടർച്ചയായി ആസ്വദിക്കാൻ കഴിയുമോ അത്രമാത്രം എനിക്ക് ആസ്വദിക്കണം. എപ്പോഴും അങ്ങയുടെ മുമ്പിലായിരിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും അങ്ങയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനും എത്രയധികമായി ഞാൻ ആഗ്രഹിക്കുന്നു. നിസ്സംഗതയോ ലൗകിക വ്യഗ്രതയോ അങ്ങയെ സന്ദർശിക്കുന്നതിൽ നിന്ന് എന്നെ തടയുമ്പോൾ അവിടുന്ന് എൻ്റെ ആത്മാവിനെ ഉണർത്തുക. ഈ ദിവ്യ കൂദാശയിലെ
അങ്ങയോടടുത്തായിരിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ട് എന്നെ നിറയ്ക്കുക. ഓ എൻ്റെ സ്നേഹം നിറഞ്ഞ ഈശോയെ, ഇപ്പോഴും ഞാൻ അങ്ങയെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ, ഇപ്പോഴും ഞാൻ അങ്ങയെ പ്രസാദിപ്പിച്ചിരുന്നുവെങ്കിൽ, ഈ ലോക ജീവിതത്തിൻ്റെ ഇനിയും അങ്ങയെ സ്നേഹിക്കുവാൻ എനിക്ക് സമയമുണ്ടെന്നത് എത്ര വലിയ ആശ്വാസമാണ്. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ നന്മയും സ്നേഹവും സമ്പാദ്യവും എൻ്റെ എല്ലാമായ ഈശോയെ, അങ്ങയെ ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സർവശക്തിയോടും കൂടെ എനിക്ക് അങ്ങയെ സ്നേഹിക്കണം. സുഹൃത ജപം. എൻ്റെ ദൈവമേ, അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കുക. എൻ്റെ ദൈവമേ, അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കുക. എൻ്റെ ദൈവമേ, അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കുക. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപിയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ബെർണർഡിൻ ബെസ്റ്റിസ് പറയുന്നു: ഓ പാപിയായ മനുഷ്യ, നീ നഷ്ടധൈര്യനാകരുത്. പിന്നെയും ആത്മവിശ്വാസത്തോടെ നമ്മുടെ നാഥയുടെ പക്കലേക്ക് പോവുക. പാപപുരുതിയും നന്മകളും അവൻ നിനക്ക് വാഗ്ദാനം ചെയ്യുന്നതായി കാണുവാൻ കഴിയും. ഓർമ്മിക്കുക, അദ്ദേഹം തുടരുന്നു: സഹായിക്കപ്പെടാനുള്ള നിന്റെ ആഗ്രഹത്തേക്കാൾ വലുതാണ് നിന്നെ സഹായിക്കുവാനുള്ള പരിശുദ്ധ രാജ്ഞിയുടെ ആഗ്രഹം. ഓ എൻ്റെ നാഥേ, അങ്ങയെ അറിയാനിടയാക്കിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങയെ അറിയാതിരിക്കുകയോ അങ്ങയെ വിസ്മരിക്കുകയോ ചെയ്യുന്നെങ്കിൽ ഞാൻ ഏറ്റവും വലിയ ദരിദ്രയായിരിക്കും. അങ്ങനെയായാൽ ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? ഓ എൻ്റെ അമ്മേ, ഞാൻ അങ്ങയെ വാഴ്ത്തുകയും അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഞാൻ പൂർണ്ണമായും അങ്ങയിൽ ആശ്രയിക്കുകയും എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സംരക്ഷണത്തിന് ബലമേൽപ്പിക്കുകയും ചെയ്യുന്നു. സുകൃത ജപം. ഓ മറിയമേ, അങ്ങയെ അറിയുകയും അങ്ങയിൽ ആശ്രയമർപ്പിക്കുകയും ചെയ്യുന്നവർ എത്ര ഭാഗ്യമുള്ളവർ. ഓ മറിയമേ, അങ്ങയെ അറിയുകയും അങ്ങയിൽ ആശ്രയമർപ്പിക്കുകയും ചെയ്യുന്നവർ എത്ര ഭാഗ്യമുള്ളവർ. ഓ മറിയമേ, അങ്ങയെ അറിയുകയും അങ്ങയിൽ ആശ്രയമർപ്പിക്കുകയും ചെയ്യുന്നവർ എത്ര ഭാഗ്യമുള്ളവർ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചെല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃക ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും
ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.